തീർച്ചയായും അയൽവാസിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. നാരായണൻ വളരെ വിശദമായി തന്നെ അദ്ദേഹം സംസാരിക്കേണ്ടായി. അവർ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്നത്. മക്കളുണ്ട്, 3 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, ഭർത്താവും മരിച്ചു. പക്ഷേ 2 മക്കളുണ്ട്. അവർ രണ്ടും ഈ എറണാകുളത്ത് തന്നെ വിവിധ മേഖലകളിലാണ് താമസിക്കുന്നത്. അവർ പലപ്പോഴും വിളിക്കുമായിരുന്നു, പക്ഷേ അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർക്ക് പലിശയ്ക്ക് പണം നൽകുന്ന ഇടപാടുണ്ടായിരുന്നു. ഒപ്പം ഒരു ഹോസ്റ്റൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 15 വർഷം മുമ്പ് ഒരു സുഹൃത്തുമായി ചേർന്ന് സുഭദ്ര ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്നു. ആ ഹോസ്റ്റലിൽ ഈ പറയുന്ന ശർമ്മിള താമസിച്ചിരുന്നു. അങ്ങനെയാണ് ശർമ്മിളയുമായി ഇവർക്ക് പരിചയമായത്, അടുത്ത ബന്ധമായത്. പിന്നീട് ഹോസ്റ്റൽ നടത്തിപ്പ് ഈ സുഹൃത്തുമായി സുഭദ്ര തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഹോസ്റ്റൽ നടത്തിപ്പിൽ നിന്ന് ഒഴിഞ്ഞു. അതിനുശേഷം അവിടെ താമസിച്ചിരുന്ന ശർമ്മിളയെ സ്വന്തം വീട്ടിൽ വന്നാണ് താമസിച്ചിരുന്നത്. കാരണം സുഭദ്ര എറണാകുളത്തെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അവിടെ ശർമ്മിളയെയും കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ 2 പേരും ഒരുമിച്ച് താമസിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ശർമ്മിളയെ ഒരുപക്ഷെ ഒരു മകളെ പോലെ അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഈ അയൽവാസി പറയുന്നത്. കാരണം ശർമ്മിളയുടെ വിവാഹത്തിനൊക്കെ മുൻകൈ എടുത്തത് ഇവരായിരുന്നു. അങ്ങനെ അവരുടെ മുൻകൈ എടുത്ത് വിവാഹം നടത്തി. ആലപ്പുഴ സ്വദേശിയാണ് വിവാഹം കഴിച്ചത്. ഈ ശർമ്മിള എന്ന് പറയുന്നയാൾ മലയാളിയല്ല, കേരളത്തിന് പുറത്തുള്ള ആളാണ്. പക്ഷേ അടുത്ത ബന്ധമായിരുന്നു. അതിനുശേഷം അവരുടെ കല്യാണത്തിനടക്കം നേതൃത്വം നൽകിയിരുന്നത് ഈ സുഭദ്രയാണ്. അവരുമായുള്ള ബന്ധം, വർഷങ്ങളുടെ ബന്ധം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പല സമയത്തും ഈ വിവാഹത്തിന് ശേഷം ഭർത്താവും ഒന്നിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പലതവണയും കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഈ പലിശയ്ക്ക് പണം നൽകുന്ന ഇടപാടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തർക്കമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ വീട്ടിലുണ്ടായതായി അറിവില്ല. ശർമ്മിളയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ളതും അറിയില്ല. പക്ഷേ 3-ാം തീയതി വരെ അവരെ കണ്ടിട്ടുണ്ട്. 3-ാം തീയതി മറ്റൊരു സ്ത്രീക്കൊപ്പം ഇവിടെ നിന്ന് ദൂരേക്ക് പോകുന്നതാണ് കണ്ടത്. അതിനുശേഷം കണ്ടിട്ടില്ല. പിന്നീട് മകനാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് അന്വേഷണം നടത്തുകയും ആലപ്പുഴയിലേക്ക് പോയതാൾ വിവരം ലഭിക്കുകയും ചെയ്തു. അവിടെ ശർമ്മിളയുടെ കൂടെയാണ് പോയത് എന്ന വിവരം പോലീസിൽ നിന്ന് ലഭിച്ചു എന്ന് മകൻ, ഈ സുഭദ്രയുടെ മകൻ ഈ ഇദ്ദേഹത്തിനോട്, ഈ നാരായണൻ ചേട്ടനോട് പറഞ്ഞതായാണ് അദ്ദേഹം പറയുന്നത്. ആ തരത്തിലുള്ള വിവരങ്ങളാണ് അയൽവാസികളടക്കം പങ്കുവയ്ക്കുന്നത്. അയൽവാസികളുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു, സൗഹൃദത്തിലായിരുന്നു. സംശയത്തിന് ഇട നൽകുന്ന ഒന്നും തന്നെ ഈ പറയുന്ന ദിവസങ്ങളിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അയൽവാസികളടക്കം പറയുന്നത്. ഷമി.